MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫുൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 1 കിലോ തൂക്കം വരുന്ന ഒരു ചെറിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി എടുത്തതാണ്. ഇതിനായിട്ട് ചെറിയ ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിക്കൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി വരഞ്ഞു കൊടുക്കണം, എന്നാലേ ചിക്കന്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കൂ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് മല്ലിയില, ഒരു 1/4 കപ്പോളം മതിയാകും. ഒരിഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 4 വലിയ അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്താണ് അരച്ചത്. ഇനി ഈ ചിക്കനിലേക്ക് മസാല നന്നായി പുരട്ടി കൊടുക്കണം. ഈ വരഞ്ഞ ഭാഗത്തും അതുപോലെ ചിക്കന്റെ ഉൾഭാഗത്തുമൊക്കെ മസാല നന്നായി പുരട്ടണം. നമുക്കിത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. നമുക്കിനി ഇതിന്റെ ഫില്ലിങ്ങിനായുള്ള ഒരു മസാല റെഡിയാക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ചേർക്കാം. കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനായുള്ള മസാല റെഡിയായി. ഇത് നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കനാണ്. ചിക്കന്റെ അകത്തേക്ക് നമുക്ക് ഫില്ലിംഗ് നിറച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഒരു നൂലുകൊണ്ട് ഇതൊന്ന് തുന്നി കൊടുക്കണം.
കാലുകൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് വേവിക്കാം. കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമുക്ക് പിന്നീട് വേണ്ടതാണ്. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതിന്റെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല. അതുപോലെ കുക്കറിൽ വെച്ച് വേവിച്ചത് കൊണ്ട് ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിനൊരു മസാല കൂടി റെഡിയാക്കണം. ഈ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ സവാള മതിയാകും. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തു വരണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അല്പം മല്ലിയില കൂടി ചേർത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.